പാട്ട പഴയ പാത്രം പ്ലാസ്റ്റിക് ഷീറ്റുകൾ പഴയ ചേട്ടാ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ അയാൾ തന്നെ വലിയ നിനക്ക് ഇപ്പോഴും തന്നെയാണ് പരിപാടി അല്ലേ? ഇവരെ തൂക്കരുത്, വണ്ടിയിലോട്ട് കേട്ടോ. അവന്റെ കാര്യം ഞാൻ നോക്കാം. നിങ്ങളെല്ലാവരും പിരിഞ്ഞു പറ, വണ്ടി എടുക്കണോ? പോലീസ് സ്റ്റേഷൻ തൃക്കര. പിന്നെ വടയും പഴമൊക്കെ സത്യം എടുത്ത് വെക്ക്. കള്ളി എന്താണ് ഒരു ചുറ്റിക്കളി? അല്ല ഞാനൊരു മുണ്ടടിച്ചിട്ടോ? അല്ലാതെ മുണ്ടടിച്ചിട്ടോ? മനുഷ്യനെ കളിയാക്കുന്നു. അല്ല സാർ, പേടിച്ചിട്ടാ. എന്റെ അച്ഛനൊരു പോലീസായിരുന്നു, അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കാണുമ്പോ ഇപ്പോഴും അറിയാതൊരു പേടി. അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോ ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷൻ ആക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഞങ്ങൾ. പോലീസ് ജനങ്ങളുടെ സുഹൃത്താണ്. ഒരു കൂട്ടുകാരനും മറ്റൊരു കൂട്ടുകാരനോട് എന്തും പറയാം. അത് മാത്രം എടുക്കരുത്, ഇത് മാത്രം പറയരുത്. നീ വന്ന കാര്യം പറയടാ. ഞാൻ കൃഷ്ണപുരത്ത് നിന്ന് വരിക. വന്നോളൂ. ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന സേതു, ചെങ്കിരി സേതു, പുള്ളിക്കാരൻ എന്റെ ആരുമല്ല. ആരും അല്ലേ? എന്താണ് ഒരു വിക്കലും പറയലും ഒക്കെ? അല്ല, എന്റെ വകയിലൊരു ഏട്ടനായിട്ട് വരും. ഇങ്ങോട്ട് വന്നേ. വേണ്ട വേണം വേണ്ട വേണം വേണ്ട. അനിയനല്ലേടാ? അല്ല ആണ് അല്ല. പെട്ടെന്ന് മരിക്കടാ, ഇല്ലെങ്കിൽ ഇടികൊണ്ട് ചാവും. നല്ലതാ നല്ലത്. നീ എന്നെ ക്ലിപ്പിട്ട് ജീപ്പിലോട്ട് തള്ളിയ തള്ളലുണ്ടല്ലോ, ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു. പക്ഷേ ഞാനൊന്ന് കണ്ണ് കാണിച്ചായിരുന്നു. നിന്റെ കണ്ണ് കാണുമ്പോ ഇത്തിരി കൂടിപ്പോന്നു. എടാ ഞാൻ എല്ലാം ശ്രദ്ധിച്ചായിരുന്നു. കാര്യമൊക്കെ ശരി, ദേഹം നൊന്താൽ എന്റെ സ്വഭാവം മാറും. വല്യേട്ടാ, വല്യേട്ട് മമ്മൂട്ടിയുടെ ഒരു പടമല്ലേ? വല്യേട്ടാ, എന്നെ മനസ്സിലായില്ലേ? കൃഷ്ണപുരത്തെ മാധവിയമ്മയുടെ മകൻ ജയൻ, ജയശങ്കർ. ഏത് കൃഷ്ണപുരം, ഏത് മാധവിയമ്മ എനിക്കറിയില്ല. കുട്ടിക്കാലത്ത് ഞാൻ ചെയ്ത ചെറിയൊരു തെറ്റിന് വല്യേട്ടന്റെ അച്ഛൻ എനിക്ക് തന്ന ശിക്ഷ, അന്ന് അദ്ദേഹം അരിവാള് വെച്ച് വെട്ടിയ വെട്ട്, ആ വെട്ട് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് വല്യേട്ടാ. ഈ വെട്ട് എല്ലാവർക്കും ഉള്ളതാ. അതല്ല, വെട്ടിയ പാട് ദാ ഇവിടെ. എനിക്കൊന്നും അറിയില്ല. അയ്യോ, ഞാൻ വല്യേട്ടൻ എണീച്ചേ. എണീക്ക്. എന്തിന്? എണീക്ക്. ഒന്ന് കുനിഞ്ഞു നിന്നേ. കുനിഞ്ഞു നിക്ക്. ഇത് കണ്ട, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കാശ് മോഷ്ടിച്ചതിന് വല്യച്ഛൻ വെട്ടിയൊരു വെട്ടിന്റെ പാട് ഇപ്പോഴും ഉണ്ട്. ഒരുപാടുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. കുനിച്ചു നിർത്തിയത് മതിയടാ. നിന്നെ എന്തിനാടാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അതിരിക്കട്ടെ, എന്റെ വല്യേട്ടൻ എന്തിനാ പോലീസ് പിടിച്ചേ? എന്താ പോലീസ് പിടിച്ചെന്നാ? ആരെ പിടിച്ച്? നിന്റെ വല്യേട്ടന്റെ നാട്ടുകാരുടെ തല്ലു കൊള്ളാതെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നാണ് ഞങ്ങള്. നാട്ടുകാരുടെ തല്ലോ? എന്തിന്? ഒന്നും പണ്ടൊക്കെ മോഷ്ടിച്ച പിന്നെ നാട്ടുകാരെ തല്ലല്ലേ? മോഷ്ടിക്കേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വല്യേട്ടാ. മുഖത്ത് നോക്ക്, ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അയ്യോ, എന്റെ മുഖത്തോ? എന്റെ മുഖത്ത് അതുണ്ട്. താങ്ക്സ് ഗോഡ്. എടാ, ഈ സിറ്റിയെ കിടുകിട വിറപ്പിക്കുന്ന പോലീസുകാരുടെ ആത്മമിത്രമായ കുപ്രസിദ്ധ മോഷ്ടാവ് ചെങ്കീരി സേതു, ഉടുമ്പ് സേതു എന്നൊക്കെ നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇപ്പൊ കേട്ടോ, അത് ഞാനാണ്, സേതുരാമൻ. വല്യേട്ടാ, നിന്റെ മാത്രമല്ലടാ, കള്ളന്മാരുടെ മൊത്തം വലിയേട്ടനാടാ ഈ ഞാൻ. നാട്ടുകാരനെ പിടിക്കാൻ തുടങ്ങുമ്പോ ഇവര് എന്റെ ഫ്രണ്ട്സ് എന്തേലും കാരണം ഉണ്ടാക്കി അപ്പ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. തവള കരയുന്ന എടുക്ക്. ഹലോ. സാർ, കംപ്ലൈന്റ് ആയിട്ടൊന്നുമില്ല സാർ. നമ്മുടെ ചെങ്കീരി സേതു. ആരാടേ? ഫോട്ടോ സേ രമണൻ സാറ്. നമസ്കാരം സാറേ. സാർ ഇന്നലെ ഒരു പൊതി കൊടുത്തയച്ചായിരുന്നു, കിട്ടിയല്ലോ അല്ലേ? എന്താ മോൻ അടുത്ത ആഴ്ച MB അഡ്മിഷനോ? എത്ര വേണം? 30? ഓക്കെ, ഞാൻ കൊടുത്തേക്കാം. ശരി. രമണന്റെ മോൻ MBക്ക് കഴിഞ്ഞ വർഷം BA ആയിരുന്നു, ഇപ്പൊ MBA. ഇനി 2 വർഷം കൂടെ കഴിഞ്ഞാൽ MBBS. പിള്ളേര് വരളുന്നു വരൾച്ചേ. ഫയലും കൊടുത്തേ. പിടിച്ചേ.
ഇവിടുന്ന് ഒപ്പിട്ടെ. ഈ നാട്ടുകാർ ഒമ്പോച്ചല്ലേ എന്നെ പിടിച്ചത്. ജസ്റ്റ് ഒരു സാക്ഷി വേണം, അത്രേ ഉള്ളൂ. പെറ്റി കേസ് അങ്ങനെ ചാർജ് ചെയ്താൽ മതി. ഒപ്പിട്. അത് ഒപ്പിടാൻ. അന്ന് അവിടുന്ന് നാട് വിട്ടിട്ട് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പടുത്തുയർത്തിയതാടാ എന്റെ ഈ കാണുന്നതെല്ലാം. ഇതൊക്കെ പറമ്പോക്കാം. ഇങ്ങോട്ട് കാണാ. ഇതാടാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അലോദോഹം, അല്ല അധോലോഹം. എന്തു തോന്നുന്നു? കഷ്ടമാണ് വല്യേട്ടാ, കഷ്ടമാണ്. നാട്ടിലും വീട്ടിലൊക്കെ ആളുകളുടെ വിചാരം വലിയ കോടീശ്വരനെന്നാ. നാട്ടിൽ അമ്പലക്കുളം വെട്ടാൻ സംഭാവന, കൊടിമരം കെട്ടാൻ ലക്ഷങ്ങള്, കട്ടും പിടിച്ചു പറിച്ചും ജീവിക്കുന്ന പെരും കള്ളന്മാരുടെ നേതാവാണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുന്നത്. കള്ളനാകുന്നവർക്ക് ഇക്കാലത്ത് എളുപ്പം കോടീശ്വരനാകാൻ പറ്റൂ. എടാ നീ തീഹാർ ജയിലിൽ ചെന്ന് നോക്ക്. രാജ്യം മുഴുവൻ ആരാധിക്കുന്ന കോടീശ്വരനെയൊക്കെ അതിനകത്ത് കാണാം. നാടിന് വെട്ടിച്ച് 1000 കോടി 5000 കോടിയൊക്കെ ഒരുമിച്ച് വിഴുങ്ങുന്നതൊക്കെ വെറും കുംഭകോണ അഴിമതി. നമ്മൾ എന്തെങ്കിലും നക്കാപ്പിച്ച അടിച്ചു മാറ്റിയാൽ അത് പോക്കറ്റടി പിടിച്ചു പറയും മോഷണം. നീ സിറ്റിയിലോട്ട് വന്നത് വലിയേട്ടനെ കാണാനുള്ള മോഹം കൊണ്ടൊന്നും അല്ലല്ലോ. എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ നിനക്ക് കിട്ടണം. അപ്പൊ നിനക്കും ആശ കാശിനോടാണ്. ഒരു കയ്യിൽ സ്നേഹവും മറുകയിൽ 10 ലക്ഷം രൂപയും വെച്ച് നീട്ടിയാൽ നീ എതിർക്കും? പറ. വഴി വിട്ട രീതിയിൽ ജീവിക്കുന്ന നിനക്കൊക്കെ പറയാൻ പല ന്യായങ്ങളുണ്ടാവും. അന്യന്റെ കാശ് കൊണ്ട് ജീവിക്കാൻ നാണോല്ലടാ നിനക്കൊക്കെ. നിനക്കത് മനസ്സിലാകണമെങ്കിൽ നീ ഗീത പഠിക്കണം. ഗീത നമ്മുടെ കട്ടപ്പല്ല ഗീതല്ലേ? നിന്റെ കുടുംബക്കാരെ കുറിച്ച് ചോദിച്ചില്ല. എടാ ഇത് യഥാർത്ഥ ഗീത, ഭഗവത്ഗീത. കേട്ടിട്ടില്ലേ? ശ്ലോകം ഞാൻ പറഞ്ഞുതരാം. യഥാ യഥാ ഹി ധർമ്മസ്യ. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടയുടെ ഉള്ളിൽ നിന്റെ തൊണ്ടേ കയറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. നീ നേടിയത് വല്ലതും നീ കൊണ്ടുവന്നതാണോ? ഇന്നലെ വേറൊരാളുടെ കയ്യിൽ, ഇന്ന് നമ്മുടെ കയ്യിൽ, നാളെ മറ്റൊരുത്തിന്റെ. എടാ അർത്ഥം മനസ്സിലായല്ലോ. എടാ എന്നോടൊപ്പം നിന്നാൽ 10 ദിവസം കൊണ്ട് 10 കോടി ഉണ്ടാക്കി തരാൻ ഞാൻ നിനക്ക്. കാശല്ലേ എനിക്കങ്ങ് വേണ്ട. എന്നാ റിസർവ് ബാങ്കിൽ നിന്ന് കുറച്ച് നോട്ടടിച്ച് തരാടേ. നോക്ക്, നിനക്ക് സുന്ദരമായ ഒരു മുഖമുണ്ട്, താഴോട്ട് നല്ല ഏരിയയും ഉണ്ട്. ഇത് ഉപയോഗിച്ച് ഞാനത് ക്യാഷാക്കി തരാം. ഒരു കള്ളന്റെ ഏറ്റവും വലിയ ശാപം അവന്റെ രൂപമാണ്. വളരെ ശരിയാണ്. ഈ പിത്തകാടികളൊക്കെ മുഖം കണ്ടോ? ചൊറിയണം പറ്റി അടിക്കാൻ തോന്നും. മുഖത്തുണ്ട് കള്ള ലക്ഷണം. പക്ഷെ നിന്റേത് അങ്ങനെയല്ല, സുന്ദരമായ മുഖമല്ലേ. നീ ഒന്നുകൂടി സ്റ്റൈലിഷ് ആയാൽ കള്ളന്മാരുടെ കിങ്ങാവാം. എടാ നിന്നെ ആരെങ്കിലും കള്ളനെന്ന് വിളിച്ചാൽ വിളിക്കുന്നവനെ ജനം തല്ലിക്കൊല്ലും. വലിയ ഏട്ടനോ നശിച്ചു, മറ്റുള്ളവരെ കൂടി വെറുതെ എന്തിനാ നശിപ്പിക്കുന്നത്? എടാ മണ്ട, ഈ നാട്ടിലെ സത്യസന്ധന്മാരാ കണ്ണീരും കടമൊക്കെ ആയിട്ട് നശിച്ചു പോകുന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളെ സംരക്ഷിക്കാൻ ദത്തൻ സാർ ഉണ്ടാ. നോക്ക്, പെട്ടെന്ന് ഓൺ ചെയ്യ്. ഇതാണ് ദത്തൻ സാർ. കണ്ടല്ലോ, ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും സകല അടവുകളും നയങ്ങളും പയറ്റി തെളിഞ്ഞ ആളാ ദത്തൻ സാർ. മംഗലാപുരത്ത് നിന്ന് ഈ നഗരത്തിലാ പടർന്ന് പന്തലിച്ചതും വേരൂന്നിയും. അങ്ങ് ഡൽഹി വരെ കോടികൾ എറിഞ്ഞ് നേടിയെടുത്തതാ ഈ വ്യവസായ നഗരത്തിലെ MLA സീറ്റ്. ആ ദത്ത സാറിന്റെ ഇടം കയ്യ ഈ ചെങ്കീരി സേതു. അദ്ദേഹത്തിന്റെ സംരക്ഷണമുള്ളപ്പോൾ നമ്മളെല്ലാവരും സുരക്ഷിതരാ. എവിടെയും എപ്പോഴും എങ്ങനെയും കക്കാം. ഞാൻ പോവാ. കുട്ടിക്കാലത്ത് നാട് വിട്ടുപോയ എന്റെ വല്യേട്ടനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. നിങ്ങൾ ഇത്രയും വലിയ സാമൂഹ്യ ദ്രോഹിയാണെന്നെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നീ വിചാരിക്കുന്നത്ര സാമൂഹ്യ ദ്രോഹികൾ അല്ലടാ കള്ളന്മാർ. ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ മോഷ്ടിക്കുന്ന കാശ് സമൂഹത്തിൽ തന്നെ കിടന്ന് ചുറ്റപ്പെടുകയാണ്. ഉദാഹരണത്തിന് നീ ഒന്ന് സങ്കല്പിക്കുക, എന്റെ ഗ്യാങ്ങിലുള്ള 2 പേർ ഒരു കൊള്ളപ്പലിശക്കാരന്റെ വീട്ടിലോട്ട് കയറിയിട്ട്, ഹലോ ദത്തൻ സാറേ, ഇത് സേതുവാണേ, ഞാനൊരു 3 ലക്ഷം രാജയുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. ഈ മാസം എന്താണ് ഒരു കുറവ്? എന്റെ പൊന്നു സാറേ, പണ്ടത്തെ പോലെ അല്ല ഇപ്പോ. പണ്ട് ഒരു 10 രൂപ കൊണ്ട് നമ്മൾ കടയിൽ പോയാൽ ഇഷ്ടം പോലെ വീട്ടു സാധനങ്ങൾ കൊണ്ടുവരാമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതെന്താ? ഇപ്പൊ എല്ലാ സ്ഥലത്തും ക്യാമറ വച്ചേക്കല്ലേ. അതിപ്പോ കടയിൽ മാത്രമല്ല, വീട്ടിലും അത് തന്നെ. സെക്യൂരിറ്റി, അലാറം, ക്യാമറ. കള്ളന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഈ പോലീസിൽ ചില സത്യസന്ധന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ആ ഈസ്റ്റ് CI വല്ലാത്ത ശല്യമാ. ഒന്ന് നോട്ട് ചെയ്യണം. 2 ആഴ്ചക്കുള്ളിൽ പുതിയ CI വരും. സത്യം. എടാ, പുതിയൊരു CI വരുന്നുണ്ട്. എന്തോ ഓടാൻ പറഞ്ഞതല്ല, പുതിയൊരു CI ഇവിടെ ചാർജ് എടുക്കുന്നു. അത് നമ്മുടെ ആളാ. ചുണ്ടിക്കാത്തു. സ്നേഹം വിടർത്തുന്ന പൂന്തുകളാണ് എന്റെ ഭാര്യ. ഏതൊരു ചെറ്റയുടെ പേഴ്സിൽ എന്റെ ഭാര്യയുടെ ഫോട്ടോ. വല്യേട്ടാ, ബസ് കിട്ടിയില്ലേ? കിട്ടി. എന്നിട്ട് കേറിയില്ല.
കാരണം തൽക്കാലം നാട്ടിലേക്ക് തിരിച്ചു പോണ്ടെന്ന് വെച്ചു. അതെന്താ? ഇനിയുള്ള കാലം വല്യേട്ടന്റെ കൂടെ ഇവിടെ തന്നെ. എടാ, തിരിച്ചറിവ് വൈകിയേ വരൂ എന്ന് പറയുന്നത് എത്ര ശരിയാ? അനുഗ്രഹം വാങ്ങിച്ചോ. ആശാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് പൂട്ടും പെട്ടെന്ന് വിളിക്കാം. അതെ. ഏയ്, നിന്ന് പുകഴ്ത്താതെ പണിക്ക് പോടാ പന്നി. ഇന്ന് ചന്ത ദിവസമാണ്, മറക്കണ്ട. നീ പോകുന്നില്ല? ഞാൻ ബ്രോഡ്വേയിലാ, വൈകുന്നേരത്തെ ഷിഫ്റ്റ്. വണ്ടിക്കൂലി മാത്രം എടുത്തോണ്ട് പോക്കോ. അപ്പോ നീ ഏട്ടന്റെ അടുത്ത് വന്ന് നന്നാവാൻ തീരുമാനിച്ചു അല്ലേ? അതെ. അല്ല, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ മനസ്സ് മാറാൻ എന്താ കാരണം? അത് പിന്നെ ഞാന് വിഷമിക്കണ്ട. ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഇവിടെ എല്ലാരും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ്. നമ്മളത് അടിച്ചു മാറ്റാൻ അവരുടെ പിറകെ ഓടുന്നു. അത് തൊഴിലിന്റെ ഭാഗമാണ്. അങ്ങനെ കരുതിയാ മതി. ശരിയാ വല്യേട്ടാ. എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. കള്ളന്മാർ പിടിച്ചു നിൽക്കണമെന്നല്ല പറയേണ്ടത്, പിടിച്ചു പറിക്കണം. അങ്ങനെ പറയും. പറിക്കാം, പിടിച്ച് പറിക്കാം വല്യേട്ടാ. ഓക്കെ. അപ്പോ ഐശ്വര്യമായിട്ട് ഇന്ന് തന്നെ പണിക്കിറങ്ങണം. അതിനു മുമ്പ് നിന്റെ പേരും നാളും പറഞ്ഞ് ഭൂലാൻ ദേവിക്ക് ഒരു അർച്ചനയും കായംകുളം കൊച്ചുണ്ണിക്ക് ഒരു പാൽപ്പായസ വഴിപാടും മറക്കണ്ട. പിന്നെ എന്റെ സഹകള്ളന്മാരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ പട്ടിമാത്തൻ. ഞാൻ MA തങ്കച്ചൻ, BA കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. പൂട്ടുപൊളിക്കളിയിൽ ഡിപ്ലോമ. കുഞ്ഞപ്പൻ, തുരപ്പൻ, ജോപ്പൻ. മതി മതി മതി. പിന്നെ ഇവൻ എന്റെ കുഞ്ഞമ്മയുടെ മോനായതുകൊണ്ട് പറയല്ല, ഇവൻ വളരെ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാ. അതുകൊണ്ട് രക്ഷപ്പെടാൻ ഇതൊരു വഴിത്തിരിവാണ്. എന്നാലും അമ്മയും കല്യാണിയും കുറിച്ചൊക്കെ ഓർക്കുമ്പോ ഓർക്കരുത്. മക്കളെ വളർത്തുമ്പോ മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. അതൊന്നും നമ്മുടെ തെറ്റല്ല. ഈ ജോപ്പനെ ഇവന്റെ അപ്പം കപ്പിയാരാക്കാൻ നോക്കിയതാ, പക്ഷെ കള്ളനായില്ലേ. അതുകൊണ്ട് എന്താ, ആ കുടുംബമേ രക്ഷപ്പെട്ടില്ലേ. മിസ് കോൾ വന്നു. ട്രെയിനറാ. ട്രെയിനറോ? മോഷണകലയിലെ നമ്മുടെ എല്ലാം ട്രെയിനർ ഡോക്ടർ ബെഞ്ചമിൻ ഡി ഫ്രാങ്ക്ലിൻ. ഇതാണ് നിന്റെ ട്രെയിനർ. വല്യേട്ടാ, ഇയാളെ കണ്ടിട്ട് പട്ടിയുടെ ട്രെയിനറെ പോലെ ഉണ്ടല്ലോ. ഇതിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ കണ്ണുപൊട്ടും. ഗുഡ് മോർണിംഗ് എവരിബഡി. ബൈ, ഇത് ഇന്ന് ജോയിൻ ചെയ്ത കക്ഷിയാ, എന്റെ ഒരു ബന്ധുവാ. ഇവനെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ്. എന്താ പേര്? ജയശങ്കർ. ജയശങ്കർ. ജയിച്ചു കയറാൻ ശങ്കയില്ലാത്തവൻ ജയശങ്കർ. മുഖത്ത് കള്ള ലക്ഷണമില്ല, പക്ഷേ ഭാവങ്ങൾ മിന്നിമറിയുന്ന മുഖം. പല കള്ളത്തരങ്ങൾ ഈ മുഖത്ത് ഒളിപ്പിച്ചു വെക്കാൻ ഞാനിവനെ പഠിപ്പിക്കും. നിങ്ങൾക്കറിയാമോ, പണ്ട് ഫിലാഡൽഫിയയിൽ വെച്ച് കള്ളത്തരത്തിലെ വില്ലത്തരം എന്ന പ്രബന്ധം ഞാൻ അവതരിപ്പിച്ചപ്പോൾ ഇതുപോലൊരു കള്ളനെ ഞാൻ കണ്ടുപിട്ടി. മിസ്സസ് സേതു, ഇയാൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഉസ്താദിന്റെ ഓരോ വാക്കുകളും നീ ശ്രദ്ധിച്ചു കേൾക്കണം. അതെ, ശ്രദ്ധ. അതാണ് ഒരു കള്ളന് വേണ്ട ആദ്യ ഗുണം. പിന്നെ ഗുരുത്വം. അതെനിക്കുണ്ട് സർ. എന്താ തന്റെ മുഖത്തൊരു പരിഭ്രമം? അല്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ട്രെയിനിങ്. സാരമില്ല, വിദ്യാർത്ഥികളോട് മനഃശാസ്ത്രപരമായ രീതിയിൽ ഇടപഴകുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. പഠിക്കുന്ന ഒരു കുട്ടിയും തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല. കള്ളന്മാർ 3 തരമുണ്ട്. ജന്മനാ കള്ളന്മാരാവുന്നവർ, സാഹചര്യം കൊണ്ട് കള്ളന്മാരാവുന്നവർ, കള്ളത്തം അടിച്ചേൽപ്പിക്കപ്പെട്ടവർ. ജന്മനാ കള്ളൻ, അതായത് ഓർമ്മ വെച്ച നാൾ മുതൽ കള്ളം ചെയ്യുന്നവൻ. ഉദാഹരണത്തിന്, സ്കൂളിൽ വൈകിയെത്തിയ കുട്ടിയോട് എന്താടാ വൈകിയത്? കുട്ടി, അപ്പൂപ്പൻ ചത്തുപോയി, അമ്മാവൻ ആശുപത്രിയിലാണ്. ഈ ഞാൻ തന്നെ എന്റെ അപ്പൂപ്പൻ ഒരു 25 പ്രാവശ്യം കൊന്നിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ. സാഹചര്യങ്ങൾ കൊണ്ട് കള്ളന്മാരാവുന്നവരാണ് അധികവും. നിന്നെ പോലെ അവർക്കാണ് പരിശീലനം വേണ്ടത്. നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? ടെൻഷൻ അടിക്കാതെ. ഒരു കള്ളൻ എപ്പോഴും പ്രസന്നവദനായിരിക്കണം. ടിവിയിൽ കണ്ടിട്ടില്ലേ, തീഹാർ ജയിലിലേക്കുള്ള ചില VIP-കള് മുഖത്ത് എപ്പോഴും ഒടുക്കത്തെ ചിരിയായിരിക്കുള്ളൂ. ബസ്സിലൊക്കെ പോകുമ്പോൾ സഹയാത്രികരുടെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കണം. അവനിരിക്കാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പറ്റുമെങ്കിൽ ടിക്കറ്റ് എടുത്തു കൊടുക്കണം. അവസാനം ഫ്രൂട്ടിയിൽ മയക്കുമരുന്ന് നേരത്ത് കാശടിച്ചു മാറ്റണം. ഞാൻ എടുക്കാം. അയ്യോ, എന്റെ പേഴ്സ് എവിടെ? ജെട്ടി. ജെട്ടിയാ? ബോട്ട് ജെട്ടി. ഇതെങ്ങനെ? ഒരു തരത്തിൽ പറഞ്ഞാൽ കള്ളൻ മുതുകാരനെ പോലെ നല്ലൊരു മാജിക്കാരനായിരിക്കണം. സാംബശിവനെ പോലെ നല്ല വാചാലനായിരിക്കണം. PT ഉഷയെ പോലെ ഓടാനും ചാടാനും അറിഞ്ഞിരിക്കണം. അയ്യോ, പോക്കറ്റ് അടിക്കുന്നു. വണ്ടി എടുത്തടാ, വണ്ടി എടുത്താ. വേണ്ട സാർ, വേണ്ട. നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട. നമുക്ക് പോലീസിനെ ഏൽപ്പിച്ചാൽ മതി. നമുക്ക് ഇത് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള സെറ്റപ്പ്. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ഇതെന്റെ സ്വന്തം വണ്ടിയാ, MTC.
മൂവിംഗ് ട്രെയിനിങ് കോളേജ്. ഞങ്ങൾ അവിടുത്തെ PG സ്റ്റുഡൻസാ. എന്നിട്ടൊരു പോക്കറ്റ് അടിക്കാൻ അറിയില്ലടാ നമുക്ക്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ, കൈ കണ്ണാകണം, കണ്ണ് മനസ്സാകണം. നോക്ക്, പോക്കറ്റ് അടിക്കും മുമ്പ് നിന്റെ തന്നെ ഒരു 50 രൂപ നോട്ട് ബസിന്റെ ഫ്ലോറിലേക്ക് ഇടണം. എന്നിട്ട് അയ്യോ എന്റെ കാശ് പോയി എന്ന് പറയണം. അപ്പൊ ചിലരുടെയൊക്കെ ശ്രദ്ധ അവിടേക്കാവും. ആ സ്പോട്ടിൽ അടിച്ചു മാറ്റി നടക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. പേടി പുറത്തു നിൽക്കുമ്പോഴാ. മീൻ പിടുത്തക്കാരന് മീനിനെ പേടിക്കണോ, പെണ്ണുപിടുത്തക്കാരന് പെണ്ണിനെ പേടിക്കണോ? അകത്തിറങ്ങണം, അപ്പൊ പേടി മാറും. അപ്പൊ റൈറ്റ്, ഐശ്വര്യമായിട്ട് നമുക്ക് പരിശീലനം തുടങ്ങാം. വരൂ. ഓ, അനുഗ്രഹിക്കണം. ശ്രമിക്കാം. എന്തു പറ്റിയടോ? ഒരു പൂച്ച വട്ടം ചാടി. അയ്യോ, കുഴപ്പമില്ല. കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം പൂച്ച വട്ടം ചാടുന്നത് ശുഭലക്ഷണ. അതെയോ? ആ ശുഭലക്ഷണേ എന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. ഇപ്പൊ കേട്ടില്ലേ? അത് മതി. ചുരുങ്ങിയ ദിവസം കൊണ്ട് നീ അത് തെളിയിച്ചു. കൊച്ചു കള്ളൻ അല്ല, വലിയ കള്ളൻ. എല്ലാം വല്യേട്ടന്റെ അനുഗ്രഹം. ആദ്യം ഞാൻ കരുത് ഇയാള് നമ്മളോടൊപ്പം ഉറച്ചു നിൽക്കൂലെന്നാ. അല്ല, ഇത്രയൊക്കെ എക്സ്പെർട്ട് ആവാൻ പറ്റുന്ന ഞാനും കരുതിയില്ല. കട്ട് കുറ്റബോധം തോന്നുമ്പോ രാവിലെ പത്രം എടുത്തൊന്ന് നോക്കും. ഈ രാഷ്ട്രീയക്കാരുടെ കുംഭകോണൊക്കെ കാണുമ്പോ മനസ്സൊന്ന് തണുക്കും. അല്ല വല്യേട്ടാ, കുറെ കാലമായി ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ഇത്രയും വരുമാനമൊക്കെ ഉണ്ടായിട്ടും നിങ്ങളെ പോലത്തെ ആളുകൾ എന്താ ഇത്ര വൃത്തികെട്ട സ്ഥലത്ത് താമസിക്കുന്നത്? അതെ, 1.5 കോടി കൊടുത്തു വാങ്ങിയ ഒരു പുതിയ വീടായത്. ഇടിച്ച് പൊളിച്ച് കാശ് മുടക്കി ഈ സെറ്റപ്പിലാക്കി എടുത്തതാ നമ്മള്. ഇടാ, പൂർവികന്മാരെ മറന്ന് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് ജോസ് പ്രകാശ്, TG രവി, KP ഉമ്മർ, അവരൊക്കെ ഇത്തരം കൂറ സെറ്റപ്പുകളിൽ നിന്നാ പലതും നേടിയിട്ടുള്ളത്. എന്തിന്? ചില ആക്ഷൻ സിനിമകളുടെ സീനുകളൊക്കെ നീ കണ്ടിട്ടുണ്ട്. പലരെയും ചോദ്യം ചെയ്യുന്നത് ഇമാര് ഒരു കൂറ ലൈറ്റിന്റെ അടിയിൽ കുനിച്ചു നിർത്തി ഇടിച്ചാ ചോദ്യം ചെയ്യുന്നത്. ഒരാവശ്യമല്ല. ഇപ്പൊ തന്നെ ഈ ലൈറ്റ് വർക്കിംഗ് കണ്ടീഷൻ അല്ല, പക്ഷെ ഇത് ഉണ്ടെങ്കിൽ കൊള്ള സംഘത്തിന് ഒരു ആത്മധൈര്യമാണ്. പഴയതിലോട്ട് പോയി ഇടയ്ക്കിടയ്ക്ക് വരും. നിന്റെ ഈ വെളുത്തു തുടുത്ത ശരീരത്തിനുള്ളിൽ നല്ലൊരു കറുത്ത കള്ളനുണ്ട്. പക്ഷെ ഒരു കള്ളന്റെ യഥാർത്ഥ കഴിവുകൾ പ്രകടമാകുന്നത് പോക്കറ്റ് അടിക്കുമ്പോഴോ ചെറ്റപൊക്കി മോഷ്ടിക്കുമ്പോഴോ അല്ല, വലിയ വലിയ സ്ഥാപനങ്ങളിൽ നമ്മൾ പോയി മോഷ്ടിക്കുമ്പോഴാണ്. മനസ്സിലായില്ല. ഇവിടെ എടപ്പള്ളിയിലെ സദേൺ ജുവലറിയിൽ ഡയമണ്ട്സിന്റെ പുതിയ പുതിയ കളക്ഷനുകൾ വന്നിട്ടുണ്ട്. അവിടെ കക്കാൻ കയറി നിന്റെ കഴിവ് ഒന്നുകൂടി നീ തെളിയിക്കണം. പക്ഷേ സദേൺ ജ്വല്ലറി കയറി മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. ഭയങ്കര സെക്യൂരിറ്റിയാണ്. 10-12 ക്യാമറ ഇരിപ്പുണ്ട് അവിടെ. ഒരു ഈച്ച കയറി അപ്പറിയൂ. ഈ ക്യാമറ കണ്ടുപിടിച്ചവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ കരണക്കുട്ടി അടിച്ച് പൊളിച്ചനെ. ഇപ്പൊ അതിന് സമയമില്ല. എങ്ങനെ ജ്വല്ലറി കയറാം അതാലോചിക്ക്. അതെ, നീ ഇലക്ട്രോണിക്സിൽ എക്സ്പെർട്ട് അല്ലേ? പിന്നെ എങ്ങനെയെങ്കിലും അവിടുത്തെ കമ്പ്യൂട്ടറിൽ വൈറസ് ഒന്ന് കയറ്റി തരാൻ പറ്റുമോ? വൈറസ് കയറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിലും ഈ അസൈൻമെന്റ് ഞാനും ഏറ്റു. അപ്പൊ നാളത്തെ രാത്രി നമ്മുടെ രാത്രി. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് VIPസിന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കരുതെന്ന്. ഇടാ, അവര് കേസിന് പോകില്ല. എവിടെ കയറി കക്കോന്ന് പറയ്. ഇടാ, അന്നത്തെ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്ത പാവപ്പെട്ടവന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കണം. അവരാവുമ്പോ കേസിനും വക്കാണത്തിനൊന്നും പോകില്ല. എന്ത് പറയുന്നു നിന്റെ അഭിപ്രായം? അല്ല, എന്റെ ഒരു അഭിപ്രായം ദത്തൻ സാർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലേ? അതെ. കേട്ട് പഠിക്കടാ. ബാക്കി പറ. അല്ല, അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മളൊക്കെ അകത്താ. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ളൊരു കടപ്പാട് അതെന്നും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നാളെ നിങ്ങളൊരു പോലീസ് ഓഫീസറായി കഴിയുമ്പോൾ കഴിയുന്നത്ര സത്യസന്ധതയുള്ളവരായിരിക്കണം. ഒരു കള്ളൻ 100% സത്യസന്ധനായിരിക്കണം. കാൽമുട്ടിന് താഴെ ലത്തി കറക്കി എറിഞ്ഞാൽ ഓടുന്ന പ്രതി കാമന്നടിച്ച് വീണിരിക്കും. ഇതുപോലെ കാൽമുട്ടിന് താഴെ ലാത്തി കറക്കി പോലീസിന്റെ ഒരു ഏറുണ്ട്. അതുകൊണ്ട് വളഞ്ഞും തിരിഞ്ഞും വേണം ഓടാൻ. ഒരിക്കലും നേരെ ഓടരുത്. അവസാനമായിട്ട് സ്വന്തം ജീവൻ പണയം വെച്ചും തൊണ്ടി മുതൽ പിടികൂടണം. തൊണ്ടി മുതൽ പോയാലും ജീവൻ രക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ വല്ല മോട്ടിച്ചാലും ജീവിക്കാലോ. ഏറ്റവും കുഴപ്പക്കാരനായ കള്ളനെ വേണം ആദ്യം പൊക്കാൻ. അതെ, ഏറ്റവും കുഴപ്പക്കാരനായ പോലീസുകാരന് വേണം നമ്മൾ ആദ്യം ഒതുക്കാൻ. ഡ്യൂട്ടി സമയത്ത് കള്ളന്മാരുടെ മുഖം എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. ഡ്യൂട്ടി സമയത്ത് പോലീസുകാരുടെ മുഖം ഓർക്കേ ചെയ്യരുത്. കോൺസെൻട്രേഷൻ പോകും.
പൂട്ട് എങ്ങനെ തുറന്നിരിക്കുന്നു നോക്കി നമുക്ക് മോഷ്ടാക്കളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. സർ, ചിലർ താക്കോല് കിട്ടിയാലും പൂട്ട് ചുറ്റിയ കൊണ്ട് തല്ലി പൊളിച്ച് അകത്ത് കയറും. കീരിവാസു അങ്ങനെയല്ലേ? സോറി സോറി സർ. പിന്നെ ജനൽക്കമ്പി വളയ്ക്കാൻ ചിലർക്ക് ചില രീതികളുണ്ട്. പലർക്കും പല രീതികളുണ്ട്. എന്നാലും ഒരു മിനിറ്റ് തന്നെ സാറേ, ഈ കമ്പിപ്പാര എടുത്തിട്ട് ഈ ജനലിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു പിടി പിടിച്ചാണ്ടല്ലോ, ഏത് കമ്പിയും പുല്ലുപോലെ വളയും. അത് തനിക്കെങ്ങനെ അറിയാം? സാറേ, പുതിയ എസ് ഐ സാർ വന്നു. മാല ഞാനിടും, ബോക്കെ ഷാൻഡി ഇട്ടോണം. ഈശ്വരന്മാരെ, പുതിയ എസ് ഐ പഴയ എസ് ഐമാരെ പോലെ സഹകരണമുള്ള ആളായിരിക്കണം. അതെ, നിങ്ങൾ എല്ലാവരും റെഡി ആയിക്കോ, ഞാനൊന്ന് നോക്കിട്ട് വരാം. ഷാൻഡി, എവിടെ? വാ, വരുന്നു. ഒന്ന് വേഗം കൊണ്ടുവാടോ. വാ വാ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. അല്ല, അത് ശരി, നീ കളിച്ച് കളിച്ച് ഇപ്പൊ പോലീസുകാരെ തോളക്കരുന്നുണ്ട് കളി. കട്ട മുതലിന്റെ വിഹിതം തരുന്നതൊക്കെ ശരി തന്നെ. അതിനുള്ള നന്ദി ഔദാര്യമൊക്കെ ഞങ്ങളും കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതാ നോക്ക്, കാക്കിട്ടുള്ള ഈ കള്ളപ്പരിപാടി ഇവിടെ വേണ്ട കേട്ടാ. ഞങ്ങൾ ഇവിടെ ഉണ്ട്. നിർത്തടോ. എന്താണ് ഇത്? വായിച്ചു നോക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ആരാണ്? ജയശങ്കർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. സല്യൂട്ട് ആൻഡ് ഫോളോ മീ. എന്റെ മണിയുടെ കാര്യം തീരുമാനമായി. സാർ, എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ സാർ? ഓക്കെ. ജനങ്ങൾക്ക് ഇപ്പൊ പോലീസിനോട് പേടി കൊണ്ടുള്ള ബഹുമാന. അത് മാറണം. ബഹുമാനം കൊണ്ടുള്ള പേടിയാ വേണ്ടത്. ശബ്ദത്തിൽ മാത്രം ഒരു വ്യത്യാസം. പക്ഷെ കണ്ണും മൂക്കൊക്കെ അത് തന്നെ. അത് ചിലപ്പോ തോന്നില്ലായിരിക്കുന്നേ. അതായത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെറുതായിരിക്കുമ്പോ എന്നെ പോലൊരു കൊച്ചിനെ വഴി കണ്ടെന്ന് പറഞ്ഞ് അച്ഛനുമായിട്ട് അമ്മ വഴക്കുണ്ടാക്കും. ഇവിടെ ഒരാളെ പോലെ 9 പേരുണ്ടാവും. എന്താടോ? അല്ല, 9. അയ്യ അല്ല, സാറിന്റെ അതേ രൂപത്തിലൊരു കള്ളൻ ഇവിടെ ഉണ്ടായിരുന്നു. അവന്റെ ഫോട്ടോ എവിടെ? ആ ഫോട്ടോ എടുത്ത് താനെന്താ തിന്നോ? ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ അന്വേഷിക്കുന്നില്ല. പക്ഷെ ഇനി മുതൽ അക്ഷരാർത്ഥത്തിൽ ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷൻ തന്നെയായിരിക്കണം. ഓക്കെ. ഹലോ, സബ് ഇൻസ്പെക്ടർ ജയശങ്കർ സ്പീക്കിംഗ്. CI സാജൻ ജോസഫ് സ്പീക്കിംഗ്. എന്താ സാർ? എന്ത്? എന്താ അവിടെ? ഇല്ല സാർ, ഇവിടെ പറഞ്ഞാണ് സാർ. പുതിയ SI ചാർജ് എടുക്കാൻ CIയുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്ന അറിയില്ലടോ? സാർ, അതോ ഇനി അയാൾ സൈബർ സെല്ലിൽ ഇരുന്ന ആളാണ്, ട്രാഫിക്കിൽ ഇരുന്ന ആളാണ്, സാവധാനം വന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് തോന്നലുണ്ടോ? സൈബർ സെല്ലിൽ ഞാൻ പുലിയായിരുന്നടോ, പുലി. അയ്യോ സാർ, ഞാൻ ചാർജ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ ASIയും കൂട്ടരൊക്കെ സാറിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയത്. സാറ് വന്ന ശേഷമാണ് ഈസ്റ്റ് സർക്കിളിലെ സ്റ്റേഷനൊക്കെ ക്ലീൻ ആയത്. ക്രിമിനലുകളൊക്കെ സാറിനെ കണ്ട കിട്ടുകിട്ടേ വിറയ്ക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് സാർ. എന്നാ കുഴപ്പമില്ല, മുഴുവനും കേട്ടിട്ട് വന്നാൽ വേണ്ട സാർ, ഞാൻ എന്താ വരുന്നു സാർ. സാർ, CIയുടെ റൂം ഏതാ? ഇതിലെ പോയിട്ട് മുകളിൽ നിന്നിൽ വലതു ഭാഗത്ത്. എന്നാലും ആ ഫോട്ടോ എവിടെ പോയി? ഫോട്ടോ ഞാൻ പറിച്ചു തിന്നോടോ? ഇല്ല സാർ. പട്ടിയില്ല, രക്ഷപ്പെട്ടു. എന്റെ പൊന്നു സാറേ, സീരിയല് കാണാൻ കേറിയതാണ് എന്റെ പൊന്നു സാറേ. മച്ചാനാ? മച്ചാനെ ഉള്ളിൽ എങ്ങനെ കയറി? കൊള്ളാം,
പോലീസിന്റെ വേഷത്തിൽ കക്കാൻ വന്ന കൊച്ചു കള്ളൻ. കലക്കേട്ടാ, ഇതൊക്കെ എവിടുന്ന് സംഘടിപ്പിച്ച് ബെസ്റ്റ് ആയിട്ടുണ്ട്. അയ്യോ, പണി പാളിന്നാ തോന്നണേ. വാ, അതെ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് വരാൻ. അയ്യോ, തമാശക്കാണെങ്കിലും എനിക്ക് വേദന എടുത്തിട്ടാ. പറയടാ, എങ്ങനെയാടാ ഇതിനകത്ത് കയറിയത്? ഓ, ഒന്നും അറിയാൻ പറഞ്ഞ മച്ചാനെ. എങ്ങനെയാടാ? ജനാലയുടെ ചില്ലി നനഞ്ഞ തുണി കൊണ്ട് പൊത്തി കല്ലുകൊണ്ട് ഇടിച്ച് പൊട്ടിച്ചകത്ത് കയറി. കറക്റ്റ്. ഇതിനകത്ത് എങ്ങനെയാടാ കയറിയത്? ജനാലയുടെ അഴികള് കമ്പി കൊണ്ട് വളച്ച് പൂച്ച പതുങ്ങി കയറുന്ന പോലെ കയറി. കേട്ടില്ലേ എങ്ങനെയാണ് കള്ളന്മാരകത്ത് കയറുന്നെന്ന്? പണ്ടൊക്കെ ഓട് പൊളിച്ചായിരുന്നു കയറിയിരുന്നത്. അതാകുമ്പോ ഇത്ര റിസ്ക് ഇല്ലേ? ഇതാണ് പറയുന്നത്, വാതിലിന്റെയും ജനലിലേക്ക് അടുത്ത് കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ വെക്കുന്നത് നല്ലതാണെന്ന്. അത് മറിഞ്ഞിട്ടുള്ള ശബ്ദം കേട്ടാലും നിങ്ങൾക്ക് എണീക്കാലോ. സ്വന്തം കഞ്ഞില് പാറ്റിടല്ലേ മച്ചാനെ. സാർ കൃത്യസമയത്ത് എത്തിയല്ലോ. അതിന്റെ ഡ്യൂട്ടി അല്ലേ? എന്നാലും സാർ ഇവൻ ഇവിടെ തന്നെ കയറുന്ന ഇത്ര കൃത്യമായിട്ട് സാറിന് എങ്ങനെ മനസ്സിലായി? അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഓരോ കളികളല്ലേ. അയ്യോ, ഇടക്കിടക്ക് അടിക്കണം. സമ്മതിച്ചിരിക്കണം മച്ചാനെ, ഈ വേഷത്തിൽ നിന്നെ കണ്ട പോലീസുകാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല നീ കള്ളനാണെന്ന്. ഇങ്ങനെ വന്നത് നന്നായി, എനിക്കും മച്ചാനും രക്ഷപ്പെടാൻ പറ്റിയല്ലോ. നിനക്ക് നല്ല ബുദ്ധിയുണ്ട്. ഇനി തമാശ കളിക്കരുത്, ഞാനും പിടിച്ചു കുത്തുവേ. ഇനി സ്റ്റേഷൻ അതിർത്തിയില് നീയും നിന്റെ ഗ്യാങ്ങും ഒരു മുട്ടുസൂചിയെങ്കിലും മോട്ടിച്ചു എന്ന് അറിഞ്ഞ എന്റെ തങ്കച്ചൻ ആരുടെ പിടിച്ചകത്തിട്ടെ? പുതിയ SI തന്റെ പുതിയ SI കാണിച്ചു തരാൻ എല്ലാവനെ. ഇതൊക്കെ പൊളിച്ച്. ഹലോ. ആ, കൊള്ളാം കൊള്ളാം. എടാ, നിനക്ക് ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? നീ എന്റെ ആളാണെന്ന്. നീ ഇതിനകത്ത് തന്നെ കിടക്കാനാണോ പ്ലാൻ? പുതിയ SI എവിടെ? പോണ്ടാന്നോ? അപ്പൊ ഇതിനകത്ത് തന്നെ കിടക്കാനാണോ പ്ലാൻ? എനിക്കാരും പേടിയില്ല, ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. ആ, 2 വർത്താനം പറയട്ടെ. ഹലോ സർ, ഐ ആം സേതുരാമൻ. കാക്കിക്കുള്ളിൽ കഷ്ടപ്പെടുന്നവർക്ക് സേവനം തുറുപ്പ് ചീട്ടാക്കിയവൻ സേതു. കേസ് തികയ്ക്കാൻ പുള്ളികളെ വേണമെന്ന് പറഞ്ഞാൽ തുള്ളിക്കൊണ്ടുവരും സേതുവിന്റെ വക പുള്ളികൾ. അങ്ങനെ ഈ സേതുവിന്റെ സേവനങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ സ്റ്റേഷൻ. ക്രിസ്തുമസ്, ഈസ്റ്റർ, ഓണം, വിഷു, എന്തിന് എല്ലാ 1-ാം തീയതിയും അണ്ണ വലിഞ്ഞിരിക്കുന്ന ഇവിടുത്തെ പോലീസുകാരുടെ തൊള്ളയിലേക്ക് കേസ് കണക്കിന് മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സേതുരാമൻ. അതാവണമടാ പോലീസ്. പതിവുകളൊന്നും തെറ്റിക്കുന്നവനല്ല ഞാൻ. ഇതാ സ്ഥലം മാറി വന്ന SIക്ക് സേതുരാമന്റെ വക. ഇതാരാണാവോ? എടാ നീയാ? അല്ല, എടാ കള്ള നീയായിരുന്ന? അത് ശരി. സ്റ്റേഷനില് നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി നീ എന്താ SIയുടെ വേഷമൊക്കെ എടുത്തിട്ട് ആളാവുന്ന? അഴിച്ചു മാറ്റടാ പാന്റ് ഷർട്ടും ഒക്കെ, പെട്ടെന്നാവട്ടെ. അതെ, എനിക്ക് തരുന്ന സ്വാതന്ത്ര്യമൊന്നും എന്റെ കൂടെ ഉള്ളവർക്കൊന്നും കൊടുക്കല്ലേ കേട്ടാ. അതുപോട്ടെ, നീ എവിടെയായിരുന്നു ഇത്രയും നാള്? നിന്നെ ഫോൺ ചെയ്യുമ്പോ നീ അങ്ങും തൊടാത്ത വർത്തമാനമാണല്ലോ എടാ. ആ, അല്ലെങ്കിൽ അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. നീ ഷർട്ടും പാന്റൊക്കെ വേഗം ഊരിയിടനിയാ. ആ, SI എവിടെ? SI എവിടെ? വേർ ഈസ് ദ SI? എന്താടാ ഞാൻ ഇവിടെ നിൽക്കുന്നത് നിനക്ക് കണ്ടൂടെ? അയ്യോ അമ്മേ, വലിയേട്ടനാണ് അടിച്ച പാവം കിട്ടും. അയ്യോ അയ്യോ അമ്മ, അയ്യോ അയ്യോ അയ്യോ. സാറല്ലേ യവൻ? മറ്റവനാ? എനിക്ക് അവന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. നീ പോലീസുകാർക്ക് കൈക്കൂലി കൊടുക്കൂലടാ? നിർത്തി. നിങ്ങളോ? മേടിക്കുന്നത് ഞങ്ങൾ നിർത്തി സാർ. ഇപ്രാവശ്യത്തേക്ക് പോ. സാർ, ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ പൊറുക്കണം. സാറിന്റെ മാതാപിതാക്കൾ ആരെങ്കിലും എപ്പോഴെങ്കിലും കൃഷ്ണപുരം വഴി പാസ് ചെയ്തിട്ടുണ്ടോ? പാസ് ചെയ്തിട്ടില്ല. എന്തുപറ്റിയണ്ണ? സൂര്യ നമസ്കാരം ചെയ്തതാ. അങ്ങനെ സമയം സന്ദർഭമൊന്നുമില്ല, എപ്പോ വേണോ ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ നീ അകത്തോട്ട് ചെന്നാ മതി. തീർച്ചയായും ഇത് ജയനെ വിളിച്ചിട്ട് പറയാം, ബാക്കി അവൻ നോക്കിക്കോളും. ഹലോ. എടാ ജയ, ഇത് നിന്റെ വലിയേട്ടനാടാ. എന്താ വലിയേട്ടാ? ഒരാഴ്ചക്കകം വരാന്ന് പറഞ്ഞിട്ട് നീ ഇപ്പൊ എവിടെയാ? എടാ പിന്നെ ഇവിടെ തൃക്കര സ്റ്റേഷനിലെ നിന്നെ പോലെ ഒരു SI ചാർജ് എടുത്തിരിക്കാടാ. നിന്നെ പോലെ തന്നെ. വലിയേട്ടാ, അവനെ എനിക്കറിയാം. ആള് ഭയങ്കരനാ. അവന്റെ കൺമുമ്പിലെങ്ങാനും ചെന്ന് പെട്ടേക്കല്ലേ? അയ്യോ പെട്ടു. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. നീ ഇപ്പൊ എവിടെയാ ഉള്ളേ? ഞാൻ നാട്ടിലാ. ഞാൻ ഉടനെ എത്താം. പിന്നെ വണ്ടി എടുക്കട്ടെ. ആദ്യം നീ എന്നെ എടു, പിന്നെ വണ്ടി എടുക്കാം.
അവന്മാർക്ക് ശരിക്ക് കൊടുത്തല്ലോ അല്ലേ? അവർക്ക് നമ്മൾ കൊടുത്തു, അതിൽ കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടി. ഗുഡ്. ഒരടിയും വേസ്റ്റ് ആക്കാം. താങ്ക് യു. അടിച്ചാ തിരിച്ചടിക്കുന്ന കഞ്ഞി പാർട്ടികളാണ്. എന്താ വല്യേട്ടാ? എടാ, എന്തിനാ ഞാൻ നിന്നെ പഠിച്ചതെന്നറിയോ? ഇത്രയും നാൾ നീ എവിടെയായിരുന്നടാ? നിന്നെ വിളിക്കുമ്പോഴൊക്കെ നീ അവിടെയാണ് ഇവിടെയാണെന്നുള്ള ഉടായ്പ മറുപടി. ഇങ്ങ് വാ, ഞാനൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞില്ല. നിന്നെ പോലെ ഒരുത്തന്റെ കാര്യം. ഒരു SI അണ്ണനാണെന്ന് കരുതി ആശാൻ കയറി ഒന്ന് മുട്ടി കിട്ടി, ആവശ്യത്തിന് കിട്ടി. നിർത്തടാ, ഞാനും അവനിട്ട് കുറെ കൊടുത്തിട്ടുണ്ട്. അതെന്താ നീ പറയാത്ത? തല പെരുക്കുന്നു. അതൊക്കെ പോട്ടെ. തൃക്കര സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം ഇപ്പൊ പരമച്ചെറ്റുകളായിരിക്കുന്നു. അതെന്താ? ഒറ്റൊരെണ്ണം കൈക്കൂലി വാങ്ങുന്നില്ല. അത് തന്നെയല്ല, ആ ദത്തൻ സാറിനോട്ട് പണി കൊടുത്തുന്നേ. ആ സാറിന്റെ കണ്ണിനെ പിടിച്ചേ. അയ്യോ, ദത്തൻ സാറിനോട് മുട്ടാൻ പോയോ? പിന്നല്ലാതെ ആ കള്ള റാസ്കൽ SI അത് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല വല്യേട്ടാ. അത് തന്നെ. ഒന്നുമല്ലെങ്കിൽ കള്ളക്കടത്തും അഴിമതിയും നമ്മളെ പോലുള്ള കള്ളന്മാരുടെ കൈക്കൂലിയൊക്കെ കൊണ്ട് ജീവിക്കുന്ന ദത്ത സാറിനെ ഒതുക്കാൻ നോക്കുകയെന്ന് വെച്ചാൽ ഒന്നാമതേ അയാളുടെ ലാപ്ടോപ്പും മറ്റും പോയതിൽ കാലിപ്പളകിയിരിക്കുക. ഈ നഷ്ടപ്പെട്ട ലാപ്ടോപ്പിനകത്ത് എന്താണെന്ന് വല്യേട്ടന് വല്ല പിടി? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ആരും കയറി തലയിടണ്ട. ദത്തൻ സാർ ഇപ്പൊ പ്രാന്തളകിയ പോലെയാ നടക്കുന്നത്. ഒന്നും അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസർ അല്ലേ ആ സാറ്. സ്പോൺസർ ഇല്ലെങ്കിൽ ക്ലയന്റ് ഇല്ല, ചെളിക്കുണ്ടില്ലെങ്കിൽ അട്ടയില്ലെന്ന്. എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ഇടിച്ച് ചവിട്ടി കൂട്ടി ചമ്മന്തി പരുവത്തിലാക്കിയാലും ആ SI വിചാരിച്ചാൽ ഈ സേതുരാമനെ ഒരു ചുക്കും ചെയ്യാനാവില്ല. നോക്ക്, അടുത്ത ബുധനാഴ്ച രാത്രി സിറ്റിയിലെ 12 വീടുകളിൽ മിന്നൽ മോഷണം നടത്തണം. ദാറ്റ് ഈസ് സേതുരാമന്റെ പ്ലാൻ. സിറ്റിയിലെ 12 വീടുകളോ? അത് കൊള്ളാം. ഏതൊക്കെ വീടുകളാ വല്യേട്ടാ? ഓക്കെ, ഞാൻ പറയാം. ഏതായാലും ഈ വിവരം കേട്ടാൽ ആ SI ഒന്ന് ഞെട്ടും. 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 പലരും ഞെട്ടും. Okay, my boys, come on.